നമസ്കാരം. നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന വ്യവസായിയായിട്ടുള്ള ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. വിശദമായ ഉത്തരവ് ഉച്ചകഴിഞ്ഞ് 3:30 പുറപ്പെടുവിക്കുക. ജാമ്യാപേക്ഷയിൽ വിധികേട്ട ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ജാമ്യം അനുവദിച്ചേക്കുമെന്ന് വാക്കാൽ തന്നെ സൂചിപ്പിക്കുകയുമൊക്കെ ചെയ്തിരുന്നു. ബോബിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുവെങ്കിലും ജാമ്യം അനുവദിക്കാമെന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത്. ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ എതിർത്തെങ്കിലും പോലീസ് കസ്റ്റഡി അപേക്ഷ പോലും നൽകിയിട്ടില്ലെന്നും ഇനിയും എന്തിനാണ് റിമാൻഡിൽ പാർപ്പിക്കുന്നതെന്നുമാണ് കോടതി ചോദിച്ചത്. ജാമ്യാപേക്ഷ പരിഗണിച്ചയുടൻ പ്രതിഭാഗം അഭിഭാഷകൻ ജാമ്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ വാസ്തവ വിരുദ്ധമാണ്. കയ്യിൽ പിടിച്ചു എന്നതും ലൈംഗികാധിക്ഷേപം നടത്തി എന്നതും ശരിയല്ല. ഇപ്പോൾ തന്നെ 6 ദിവസം ജയിലിൽ കഴിഞ്ഞു. പരമാവധി 3 വർഷം വരെ തടവ് ശിക്ഷ കിട്ടുന്ന വകുപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന് 1 ദിവസത്തെ റിമാൻഡ് പോലും ആവശ്യമില്ല തുടങ്ങിയ വാദങ്ങളൊക്കെ പ്രതിഭാഗം ഉന്നയിച്ചു. കേസിന്റെ മെറിറ്റിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ താൻ അതിന് എതിരാണെന്നും അതുകൊണ്ട് അക്കാര്യങ്ങളൊക്കെ വിചാരണയിൽ പറഞ്ഞാൽ മതിയെന്നും കോടതി പ്രതികരിക്കുകയും ചെയ്തു. ബോബിക്ക് ജാമ്യം നൽകരുത് എന്നും സമൂഹത്തിന് ശക്തമായ സന്ദേശം നൽകുന്നതായിരിക്കണം വിധിയെന്നുമാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. തുടർന്ന് ബോബി ചെമ്മണ്ണൂർ നൽകിയ അഭിമുഖങ്ങളും ബോബിയുടെ പ്രസ്താവനകളും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇത് കേട്ടാൽ ദ്വയാർത്ഥമാണെന്ന് മലയാളികൾക്ക് മനസ്സിലാകുമല്ലോ എന്ന് കോടതി പ്രതിഭാഗം അഭിഭാഷകനോട് ചോദിച്ചു. ഹണി റോസ് അത്ര പ്രധാനപ്പെട്ട അഭിനേത്രിയല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തിനാണ് ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് എന്നുമാണ് കോടതി ചോദിച്ചത്. ബോബി കയ്യിൽ പിടിച്ചു കറക്കിയപ്പോൾ ഹണി റോസ് എതിർപ്പ് പറഞ്ഞില്ല തുടങ്ങിയ പ്രതിഭാഗത്തിന്റെ വാദത്തിനോട് അത് അവരുടെ മാന്യത കൊണ്ടാണെന്നാണ് കോടതി പ്രതികരിച്ചതും. റിമാൻഡ് തുടരണമെന്ന് പ്രോസിക്യൂഷനും ഒക്കെ വാദിച്ചുവെങ്കിലും അനുകൂലമായിട്ടല്ല കോടതി പ്രതികരിച്ചത്. എന്തിനാണ് ഇനിയും അതിന്റെ ആവശ്യമെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. പോലീസ് കസ്റ്റഡി പോലും ചോദിച്ചിട്ടില്ല. സമൂഹത്തിന് സന്ദേശം കിട്ടണമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞപ്പോൾ സമൂഹത്തിന് അത് ഇതിനകം തന്നെ മനസ്സിലായി കഴിഞ്ഞെന്നാണ് കോടതി പറഞ്ഞത്. ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നതിന്റെ പ്രത്യാഘാതം എന്തെന്ന് മനസ്സിലാക്കണമെന്ന് കൂടി കോടതി പറഞ്ഞു. ബോബി ഇത്തരം പദപ്രയോഗങ്ങൾ ആവർത്തിക്കില്ലെന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നതെന്ന് പ്രതിഭാഗം അഭിഭാഷകനോട് കോടതി ചോദിക്കുകയും ചെയ്തു. സമൂഹ മാധ്യമങ്ങളുടെ കാര്യത്തിൽ താൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കാമെന്ന് അഭിഭാഷകൻ പ്രതികരിച്ചു. തുടർന്നാണ് ജാമ്യം അനുവദിച്ചത്. ഉച്ചകഴിഞ്ഞ് 3:30 വിശദമായ ഉത്തരവ് പുറപ്പെടുവിക്കാമെന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഹണി റോസിന്റെ പരാതിയിൽ കഴിഞ്ഞ ബുധനാഴ്ച അറസ്റ്റിലായ ബോബിയെ പിറ്റേന്ന് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരുന്നത്. വെള്ളിയാഴ്ച ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും കേസിൽ അടിയന്തര പ്രാധാന്യമൊന്നും ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടി പരിഗണിക്കുന്നത് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. വ്യാഴാഴ്ച മുതൽ കാക്കനാട് ജില്ലാ ജയിലിലാണ് ബോബി. തനിക്കെതിരെ തുടർച്ചയായി ലൈംഗികാധിക്ഷേപവും അപകീർത്തിപരവുമായ പരാമർശങ്ങളുമൊക്കെ നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഹണി റോസ് എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകിയത്. പിറ്റേന്ന് വെളുപ്പിനെ വയനാട്ടിൽ നിന്ന് ബോബിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ജയിലിൽ കിടന്നതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി ബോബി പുറത്തിറങ്ങിയാൽ വലിയ ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശ്രമം തുടങ്ങിയിരുന്നു. ജയിൽ ജീവിതം ബോച്ചയെ ഇരട്ടക്കരുത്തനാക്കി എന്നതാണ് അദ്ദേഹത്തിന്റെ PR വിദഗ്ധർ തയ്യാറാക്കിയ പുതിയ മുദ്രാവാക്യം. അതനുസരിച്ചുള്ള സ്വീകരണവും റോഡ് ഷോയും അടക്കം തയ്യാറാക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. ബോച്ചയുടെ മടങ്ങിവരവ് ആഘോഷമാക്കാൻ വേണ്ട ഒരുക്കങ്ങളൊക്കെ തയ്യാറുമാണ്. ബോബിയുടെ ജീവനക്കാരും കമ്പനിയുമായി ബന്ധപ്പെട്ടവരും ആരാധകരും അടക്കം എല്ലാവരും ബോച്ചെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ സ്വീകരണം ഒരുക്കാനെത്തും. വമ്പൻ റോഡ് ഷോ തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫിജി കാർഡ് ജീവനക്കാർ അടക്കം വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വലിയ ആഘോഷമായി മാറുമെന്ന് ഉറപ്പുമാണ്. ജീവനക്കാർ പലരും എറണാകുളത്തും എത്തിയിട്ടുണ്ട്. ബോച്ചെ ഫാൻസുകാരോടും തയ്യാറായിരിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ ആൾക്കൂട്ടം ഹണിയെ വീണ്ടും അവഹേളിച്ചാൽ അതും ബോച്ചയ്ക്ക് പണിയായി മാറുകയും ചെയ്യും. നന്ദി.